തൃശ്ശൂരിൽ നിന്ന് കൊട്ടിയൂർക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാം. എങ്ങനെ നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തലശ്ശേരിയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് വരുന്നത് 95 രൂപയാണ്. ഞങ്ങൾ വർഷം പോവാറുണ്ട്. നമ്മൾ സ്റ്റേ ഒന്നും നോക്കാറില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ പോയി വരുന്ന രീതിയിലാണ്. ജോലി, കുട്ടികൾ, പഠിപ്പ് ഒക്കെ ആയ കാരണം നമുക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ എപ്പോഴും പോവാറുള്ളത്. അങ്ങനെ നമ്മൾ ഫൈനലി തലശ്ശേരി എത്തി. അവിടെ നമ്മൾ KSRTCയിലാണ് പോകുന്നത്. ഒരാൾക്ക് KSRTCയിൽ 73 രൂപയാണ് കൊട്ടിയൂർക്ക് വരുന്നത്. പ്രൈവറ്റ് ബസ്സാണെങ്കിൽ ഒരു 5 രൂപ കുറയും. ഒരു 3.5 മണിക്കൂർ ട്രെയിനിലും ഒരു 2.5 മണിക്കൂർ ബസ്സിലും. അങ്ങനെ 12 മണിയോടുകൂടി നമ്മൾ കൊട്ടിയൂരെത്തി. രാവിലെ ഒന്നും കഴിക്കാത്ത കാരണം നേരെ ഒരു കടയിൽ കയറി ചായയും സമൂസയും കഴിച്ചു കേട്ടോ. പിന്നെ അക്കരെ കൊട്ടിയൂർക്ക് പോവുകയാണ്. നമ്മുടെ ബാഗിൽ ഒരു ജോഡി ഡ്രസ്സും കുടയും വെള്ളവും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുക. ഇപ്രാവശ്യം നമ്മൾ 3 ആളുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വേറെ 2 പേരും കൂടി വരാറുണ്ട്. 4-5 പേരൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അവർക്ക് വരാൻ പറ്റിയില്ല. ഇപ്രാവശ്യം കൊട്ടിയൂർ വെള്ളം വളരെ കുറവായിരുന്നു കേട്ടോ. മഴയും കുറവായിരുന്നല്ലോ, അതായിരിക്കാം. പിന്നെ ഒരു കാര്യം കാണിച്ചരാവേ, ഇപ്പോൾ ഇക്കൊല്ലം തൊട്ടിട്ടൊക്കെയാണ് തോന്നുന്നു കർണാടകക്കാർ വരുന്നത്. അപ്പോൾ അവർ വരുന്നതിൻ്റെയൊക്കെ ഇവിടെ കാണാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു കുറച്ച് ഒഴുക്കുള്ള നല്ല തെളിഞ്ഞ വെള്ളം നോക്കി ഇങ്ങനെ പോയിട്ടോ. അപ്പോൾ കുറച്ചങ്ങോട്ട് മാറി നടന്നപ്പോൾ അവിടെ ഇങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഒഴുക്കൊക്കെ കുറവായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ കുറവായിരുന്നു. നമുക്ക് മുങ്ങാനുള്ള വെള്ളമൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം ഇങ്ങനെ മുക്കി തേവിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു മുങ്ങലൊക്കെ മുങ്ങി നേരെ ആ ഈറനോടെ നമ്മൾ പോവുകയാണല്ലോ ചെയ്യുക. പിന്നെ അവിടുത്തെ കല്ലുകൾ തമ്മിൽ ഉരച്ച് കഴിഞ്ഞാൽ ചന്ദനവും ഭസ്മവും കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടിയത് ചന്ദനവും എൻ്റെ ഫ്രണ്ടിന് കിട്ടിയത് ഭസ്മവുമാണ് കേട്ടോ. അതൊക്കെ തൊട്ട് ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ. ഇനി അവിടെ എത്ര വഴി ഉണ്ടെന്ന് കണ്ടറിയാം. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ 4 മണിക്കൂർ വഴി നിന്നു. ഇക്കൊല്ലം എത്ര മണിക്കൂറാണ് വഴി നിൽക്കണേന്ന് നോക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിൽ പോകണവർ ശനി ഞായറും ഒഴിവാക്കുക. കാരണം നമുക്ക് തിരിച്ച് 8:30ക്കാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ തൊഴുത് സെറ്റായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വരണം. അതുകൊണ്ട് ശനി ഞായറൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് 2 മണിക്കൂർ കേട്ടോ വരി നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിട്ടോ. നന്നായിട്ട് പ്രാർത്ഥിച്ച് അവിടെയൊക്കെ വലം വെച്ച് തീർത്ഥവും മേടിച്ച് പ്രസാദവും മേടിച്ച് പായസവും ഉണ്ണിയപ്പമൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ ഇവിടെ കല്ലൊക്കെ അടുക്കി വെക്കണ ഒരു അത് ഈ അടുത്തായിട്ട് തുടങ്ങിയിട്ടുള്ള ആചാരമാണ്. അപ്പോൾ എല്ലാവരും ചെയ്യണു, നമ്മളും ചെയ്തു. അപ്പം അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് കല്ലൊക്കെ അടുക്കി വെച്ചു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അക്കരെ കൊട്ടിയൂരിന്ന് 2.5 മണിക്കൂർ വഴി നിന്ന് തൊഴുതിറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ഇക്കരെ കൊട്ടിയൂരിലേക്കാണ്. നന്നായിട്ട് തൊഴാനൊക്കെ പറ്റിയിട്ടാ. റീൽസിൽ കാണുന്ന പോലെ ശനി ഞായർ വന്നാൽ നല്ല തിരക്കായിരിക്കും. ഇട ദിവസം വന്നാൽ ഒരു തിരക്കുമില്ല. നമുക്ക് നന്നായിട്ട് തൊഴുത് മടങ്ങാൻ പറ്റുന്നതായിരിക്കും. ഇക്കരെ കൊട്ടിയൂരിൽ ഈ സമയങ്ങളിലൊന്നും അമ്പലം തുറക്കില്ല. ഇവിടുത്തെ പ്രതിഷ്ഠയാണല്ലോ അവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമ്മൾ വെറുതെ അവിടെ പോയിട്ട് ചുറ്റൊന്ന് തൊഴുത്. പിന്നെ ഉണ്ണിയപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. 2 സ്ഥലത്തും പ്രസാദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചു. പിന്നെ ഓടപ്പവും മേടിച്ച് തിരിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കയറി. തിരിച്ച് നമ്മൾ തലശ്ശേരിക്ക് ബസ് കയറി. നമ്മൾ കണ്ടക്ടറോട് പറയണം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറക്കണം എന്ന്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോയി. നമ്മൾ 7 മണിയാകുമ്പോഴേക്കും ഫുഡും കഴിച്ച് എല്ലാം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഇപ്രാവശ്യം നേരത്തെ എത്തി. ട്രെയിൻ വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ തിരിച്ച് നമ്മൾ മാവേലി എക്സ്പ്രസ്സിലാണ് വരുന്നത്. അതിൽ ഒരാൾക്ക് 85 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം ഫോണൊക്കെ ചാർജ് ചെയ്തു. പിന്നെ ഓരോ ഫിൽറ്റർ കോഫിയും കുടിച്ച് അവിടെ ട്രെയിൻ കാത്ത് നിന്നു കൂട്ടാം. വെള്ളിയാഴ്ച ആയതിനാണ് ഒട്ടും തിരക്കായിരുന്നു. ട്രെയിനിൻ്റെ സ്ഥലം ഇനി ഞങ്ങൾ വെള്ളിയാഴ്ച ട്രെയിനിൽ പോവില്ല. എന്തായാലും നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ ഇവിടെ എത്തി.